ബി.ജെ.പി. അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് 35 സീറ്റിൽ ഞങ്ങൾ ജയിച്ചാൽ കേരളത്തിൽ ബി.ജെ.പി. സർക്കാർ ഉണ്ടാക്കും എന്ന്. അതെങ്ങനെയെന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊന്നും നിങ്ങൾ നോക്കേണ്ട, 35 സീറ്റിൽ ഞങ്ങൾ ജയിച്ചാൽ, ഞങ്ങൾ ജയിക്കും, ജയിച്ചാൽ എന്നല്ല ജയിക്കും, അങ്ങനെ കേരളത്തിൽ ഒരു ബി.ജെ.പി. സർക്കാർ ഉണ്ടാക്കും എന്ന്. പിന്നീട് ട്രോളോട് ട്രോളായിരുന്നു. കെ. സുരേന്ദ്രൻ എയറിലായിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അത്രമാത്രം ആളുകൾ പരിഹസിച്ച് ലേഖനങ്ങളും ട്രോളുകളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ഒക്കെ ആ സമയത്ത് നടന്നിരുന്നു കെ. സുരേന്ദ്രന് എതിരെ. എന്നാൽ എന്താണ് സംഭവിച്ചത്? ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി നഷ്ടപ്പെട്ടു. നിയമ സീറ്റിൽ അമ്പയെ പരാജയപ്പെട്ടു. അങ്ങനെ നിയമസഭയിൽ അംഗമല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിലെ ബി.ജെ.പി. മാറുകയും ചെയ്തു. അപ്പോഴാണ്, അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കെ. സുരേന്ദ്രൻ പറയുന്നത് 35 സീറ്റിൽ ബി.ജെ.പി. ജയിക്കുമെന്ന്. ഇത്തവണയും അദ്ദേഹം അത് ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുകയാണ്. അത് നിയമസഭയിലേക്കല്ല, ലോക്സഭയിലേക്കാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നു, ഞാൻ അന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. 35 സീറ്റ് ബി.ജെ.പിക്ക് ലഭിക്കുകയാണെങ്കിൽ ബി.ജെ.പി. കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കും. അദ്ദേഹം ഇന്ന് പറഞ്ഞ ആ വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെയല്ല പറഞ്ഞത്, തെറ്റിദ്ധരിപ്പിക്കരുത്. 35 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കേരളം ഭരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അല്ലാതെ ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. 35 സീറ്റ് NDAക്ക് കേരളത്തിൽ കിട്ടിയാൽ ഈ നിമിഷവും ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞ 35 സീറ്റിലെ വോട്ട് ഷെയർ നിങ്ങൾ നോക്കിക്കോ. കേരളത്തിൽ ഞാൻ പറഞ്ഞ 35 സീറ്റിലെല്ലാം ദേശീയ ജനാധിപത്യ സഖ്യം ഏറ്റവും പ്രബലമായ ഒരു ശക്തിയാണ്. നിങ്ങൾ കണക്കെടുത്തു. 25,000-നും 72,000-നും ഇടയിൽ വോട്ടുള്ള 35 സീറ്റുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്റ്റിൽ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. 35 സീറ്റ് കിട്ടിയാൽ കേരളത്തിൽ 2 മുന്നണികളിൽ നിന്നും NDAയിലേക്ക് ഒഴുക്കുണ്ടാവും എന്നുള്ള കാര്യം അതിൽ യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ തവണ അത് മിസ്സായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറല്ല. എന്താണ് വോട്ട് കച്ചവടം? എന്താണ് വോട്ട് കച്ചവടം? LDFിലും UDFിലും ഉള്ള കക്ഷികളെല്ലാം ഇപ്പോൾ സംതൃപ്തരാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? LDFിലും UDFിലെയും ഉള്ള കക്ഷികൾ, LDFിലും UDFിലും ഉള്ള പ്രധാന പാർട്ടികളുടെ നേതാക്കൾ തന്നെ ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. CPMലും കോൺഗ്രസിലുള്ള പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും, കൊല്ലം, ആലപ്പുഴ ജില്ലയിലൊക്കെയുള്ള പല നേതാക്കന്മാരും അവർ ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ ഓപ്ഷൻ ഉയർന്നു വരും. കേരളത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളം മോദിക്ക് ബാലി കയറാൻ മലയല്ല എന്നുള്ളതാണ് ജനവികാരം തെളിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഇരു മുന്നണികളിൽ നിന്നും ഒരു വൻ പട തന്നെ ബി.ജെ.പിയിലേക്ക് വരും. ഇരു മുന്നണികളും ദുർബലമാകും. ഇരു മുന്നണികളിലെയും നേതാക്കളും പാർട്ടികളും ബി.ജെ.പിയോടൊപ്പം വരും. ബി.ജെ.പിക്ക് അധികാരത്തിലേറാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇവരൊന്നും ബി.ജെ.പി. മുന്നണിയിലേക്ക് വരാത്തത്. ബി.ജെ.പിക്ക് കേരളത്തിൽ അധികാരത്തിലേറാൻ കഴിയുമെന്ന സാഹചര്യമുണ്ടായാൽ ഈ മുന്നണികളിലെ എന്ന് വെച്ചാൽ LDFിലെയും UDFിലെയും പ്രധാന കക്ഷികൾ ഉൾപ്പെടെ ബി.ജെ.പിയോടൊപ്പം ചേരാൻ തയ്യാറായി മുന്നോട്ട് വരും എന്ന്. കേരളത്തിൽ ഒരിക്കലും ബി.ജെ.പിക്ക് ഭരണത്തിലേറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അല്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. കേരളത്തിലെ രാഷ്ട്രീയം, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം ചിന്തിക്കുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ പൊതുവെ മലയാളികൾ ബി.ജെ.പിയെ പടിക്ക് പുറത്താണ് നിർത്തുന്നത്. ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോഴുള്ള 2 മുന്നണികൾ, ആ മുന്നണികൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. സമാധാനാന്തരീക്ഷം തകർക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു സമരം, ലാത്തി ചാർജ്, കരികുടി പ്രകടനം, ഹർത്താൽ എന്നിങ്ങനെ ഉള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമാണ് ഇന്നുള്ളത്. അത് മാറി ഒരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഇടമായി കേരളത്തെ മാറ്റിയെടുക്കാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട് ബി.ജെ.പിയും സംഘപരിവാർ സംഘടനകളും. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ അതിന് ഇതുവരെയും വഴി തുറന്ന് കൊടുത്തിട്ടില്ല, തടഞ്ഞ് നിർത്തുകയാണ്. എന്നാലും പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. മെല്ലെ മെല്ലെ അവരുടെ സ്വാധീനശക്തി അവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ വർധന എന്നത് വളരെ മെല്ലെയാണ് എന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ബി.ജെ.പിക്ക് കേരളത്തിൽ അധികാരത്തിലേറാൻ കഴിയില്ല എന്ന്. കാരണം ബി.ജെ.പിക്ക് കേരളത്തിൽ 16 മുതൽ 18% വരെ വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത് വീണ്ടും ഇടിഞ്ഞ് 11% എത്തി നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ അത് താഴോട്ട് പോകുമോ മുകളിലോട്ട് പോകുമോ എന്നറിയാം. താഴോട്ടാണെങ്കിൽ അത് വീണ്ടും അടുത്ത നിയമസഭാ
തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വീണ്ടും താഴോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. ഇവിടെയുള്ള ഈ ഗിമ്മിക്കുകൾ എന്ന് വെച്ചാൽ നരേന്ദ്രമോദി വരുന്നു, ഷോ കാണിക്കുന്നു, റോഡ് ഷോ കാണിക്കുന്നു, അതൊന്നും ജനങ്ങൾ സ്വീകരിക്കുന്നില്ല. അതൊരു രാഷ്ട്രീയ ഷോ മാത്രമാണ് എന്ന് കൃത്യമായും അറിയുന്നവരാണ് ജനങ്ങൾ. കാരണം അവരുടെ മുന്നിൽ അനുഭവങ്ങളുണ്ട്, അവരുടെ മുന്നിൽ പെട്രോൾ വില വർധനവിൻ്റെ കാര്യങ്ങളുണ്ട്, അവരുടെ മുന്നിൽ പാചകവാതകത്തിൻ്റെ വിലയുടെ ഇന്നത്തെ അവസ്ഥയുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് സബ്സിഡി? പാചകവാതകത്തിന് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന സബ്സിഡി എവിടെ എന്ന ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം പ്രതിഷ്ഠിക്കാൻ എത്ര ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതാണ് കേരളത്തിൽ BJP വളരാത്തതും BJPക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്തതും. ഇനിയിപ്പോൾ കേന്ദ്ര നേതാക്കൾ നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കേരളത്തിൽ വന്ന് ഓരോ മണ്ഡലത്തിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാലും BJPക്ക് വലിയ മാറ്റങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് പിറകോട്ട് പോകുകയുള്ളൂ എന്ന് ഉറപ്പാണ്. പിന്നെ എന്തിനാണ് കെ സുരേന്ദ്രൻ ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് എന്ന ചോദ്യം വരും. അത് ആത്മവിശ്വാസം, സ്വന്തം പ്രവർത്തകരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലെങ്കിൽ ഒരു വീമ്പു പറച്ചൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് കേരളത്തിൽ BJPയെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആർക്കും അറിയാം. ഈ വീമ്പു പറച്ചിലാണ് BJPയുടെ രാഷ്ട്രീയം എന്ന് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ ഇതാ കാട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് കണ്ടോളൂ എന്നൊക്കെ ആളുകൾ പറയുന്നത് പോലെ, ചില ആളുകൾ പറയുന്നത് പോലെ അങ്ങ് വീമ്പ് പറഞ്ഞ് പോവുക എന്നതാണ് കെ സുരേന്ദ്രൻ്റെ ശൈലി. അതാണ് കേരളത്തിലെ BJPയുടെ ഒരു പൊതുവായ ശൈലിയായി മാറുന്നത്. ഞങ്ങൾ ഇപ്പോൾ എല്ലാം കാണിച്ചു തരാം എന്ന് പറഞ്ഞ്. എന്നാൽ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന കാര്യം സംശയമേ ഇല്ല. കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന സർക്കാർ, അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, അതിന് പാരവെക്കാൻ അവർക്ക് നന്നായി കഴിയുന്നുണ്ട്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് നന്നായി അറിയാം. ദേശീയപാത വികസനത്തിന് ഒരു പണം പോലും, ഒരു നയ പൈസ പോലും സംസ്ഥാന സർക്കാർ നൽകേണ്ടതില്ല. ഒരു സംസ്ഥാനവും നൽകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ സ്ഥലമെടുപ്പിന് ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് സ്ഥലമെടുപ്പിന്റെ 25%, ഏകദേശം 5000-ലധികം കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിൽ നിന്ന് വാങ്ങിയത് എന്നത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. അങ്ങനെയാണ് ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത്. അതല്ലെങ്കിൽ ദേശീയപാത യാഥാർത്ഥ്യമാകില്ല, കേരളത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ദേശീയപാത പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഓടി വരികയാണ് വി മുരളീധരനെ പോലെയുള്ളവർ. നമുക്കറിയുന്നത് പോലെ ഈ ദേശീയപാത ഇതുപോലെ ഒരിക്കലും വരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. എല്ലാം പൂർത്തിയായിട്ടും, എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടും സ്ഥലം ഏറ്റെടുക്കാൻ തുടങ്ങി. സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞ് ഒക്കെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് കീഴാറ്റൂരിൽ സമരം നടത്തിയത്. എവിടെ നിന്നൊക്കെ നേതാക്കൾ വന്നു, ആരൊക്കെ വന്നു, നന്ദിഗ്രാമിൽ നിന്ന് പോലും മണ്ണ് കൊണ്ടുവന്ന് സമരം ചെയ്തത് നാം കണ്ടതാണ്. അതൊക്കെ അതിജീവിച്ച് ഇവിടെ ദേശീയപാത യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന BJP നേതാക്കളും മറ്റെന്തെങ്കിലും പ്രോജക്റ്റ് വരുമ്പോൾ, പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കുന്ന BJP നേതാക്കളെയും മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതാണ് നമ്മുടെ കേരളത്തിലെ BJPയുടെ ഇന്നത്തെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കേരളത്തിൽ പച്ച തൊടാൻ കഴിയാത്തത്. അതല്ലാതെ ഈ വീമ്പ് പറച്ചിലിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഇത് കേരളമാണ്.